മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. കറക്ഷന് ശേഷം അല്ലെങ്കിൽ വലിയ ഇടിവുകൾക്ക് ശേഷം വിപണി ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുന്ന കാഴ്ചയാണ്, ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ വാരം കണ്ടത്. വിപണിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഹെഡ്ജ് ഇക്വിറ്റീസ് CEO എൻ ഭുവനേന്ദ്രൻ ചേരുന്നു. ശ്രീ ഭുവനേന്ദ്രൻ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ആ 5900 ലെവലുകൾ നിഫ്റ്റി ഭേദിച്ചില്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ അത് താഴേക്ക് വരികയും ചെയ്തു. എന്നാൽ വീണ്ടും ഒരു റേഞ്ച് ബൗണ്ടായി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത് വിപണി ഒരു സ്ഥിരതയാർജിക്കൽ എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാനാവുമോ? പ്രത്യേകിച്ചും 6000 കടന്ന് മുന്നോട്ട് പോവേണ്ട സമയം അതിക്രമിച്ചില്ലേ? ഓക്കെ, മാർക്കറ്റ് ഫോർ ടൈം ബീയിങ് കറക്ഷൻ ഈസ് ഓവർ എന്നുള്ളൊരു മെസ്സേജാണ് മാർക്കറ്റ് തരുന്നത്. ഇപ്പോൾ എന്തായാലും മേജർ എക്കണോമിക് ന്യൂസുകൾ ഒന്നും തന്നെ ഇല്ല. ഇനി പ്രധാനമായിട്ടും വരാനിരിക്കുന്ന ഒരു റിസൾട്ട് സീസണിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. 10th ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ റിസൾട്ട് വരുന്നു, 12th ആസ് യൂഷ്വൽ ഇൻഫോസിസ്. റുപ്പി ഇത്രത്തോളം ഡിപ്രിഷ്യേറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു റിസൾട്ട് മാർക്കറ്റ് ഇൻഫോസിസിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. അത് ഓവറോൾ മാർക്കറ്റിന് ഒരു എനർജി നൽകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ റിസൾട്ട് വരുന്നു. ഈ രണ്ട് റിസൾട്ടും മാർക്കറ്റിൻ്റെ ഒരു ഗൈഡൻസ് ഏത് ലെവലിലേക്ക് മാർക്കറ്റ് പോകും എന്ന് തീരുമാനിക്കും. പ്രധാനമായിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഈ മാസം ജൂലൈ മാസത്തിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഒരു റീസൺ ഈ റിസൾട്ട് തന്നെയാണ്. വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു റിസൾട്ട് തന്നെയാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് 5900 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് കുറച്ച് അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്യാനാണ് കൂടുതലായിട്ടുള്ള സാധ്യത കാണുന്നത്. അത് ശരിയാണ്. വാദത്തിന് വേണ്ടിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ സമ്മതിക്കാം. പക്ഷേ എങ്കിൽ പോലും രൂപ വീണ്ടും താഴേക്ക് വന്നിരിക്കുന്നു. ഇടയ്ക്ക് ഒരു റിവൈവലൊക്കെ കാണിച്ച് ഒരു 59-25 വരെയൊക്കെ വന്നിട്ട് വീണ്ടും ഇത് 60 താഴെ തുടർച്ചയായി 3 ദിവസങ്ങളിൽ 60 താഴെയാണ് വിനിമയം നടത്തിയത്. വെള്ളിയാഴ്ച ദിവസവും 60 താഴെയാണ് ഇത് ക്ലോസ് ചെയ്തത്. ഈ രൂപ വളരെയധികം ഭീഷണി ഉയർത്തുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ അത് മാത്രമാണോ ഇപ്പോഴുള്ള ഏക വിപണിയെ സംബന്ധിച്ചിട്ട് മുന്നോട്ട് നോക്കുമ്പോഴുള്ള ഏക പ്രതിസന്ധി? കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് തന്നെയാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതിൻ്റെ റിഫ്ലക്ഷനാണ് റുപ്പി ഡിപ്രിഷ്യേറ്റ് ചെയ്തു പോകുന്നത്. ഒന്ന് ഗോൾഡ് ഇമ്പോർട്ട് കൂടുന്നു, ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അതുപോലെ RBI ഗവർണർ പറയുന്നു ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരേണ്ട സാഹചര്യം ബാങ്കുകൾ അത് ഇനിഷ്യേറ്റ് ചെയ്യണം. അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അത് തന്നെ ഫൈനാൻസ് മിനിസ്ട്രി ഇതൊക്കെ തന്നെ പറയുന്നു. എന്നാൽ ബാങ്കുകൾ ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ റുപ്പി ഇത്രത്തോളം ഡിപ്രിഷ്യേറ്റ് ചെയ്ത് പോകുന്നതിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു മെഷർ എടുക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ റിസർവ് ഇല്ല. അതുതന്നെയാണ് പ്രധാന റീസൺ. അപ്പോൾ വീണ്ടും റുപ്പി കുറച്ചുകൂടെ ഡിപ്രിഷ്യേറ്റ് ചെയ്യാൻ തന്നെയാണ് സാധ്യത കൂടുതലായിട്ട് നമ്മൾക്ക് കാണുന്നത്. ഇത് മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. പക്ഷേ ഈ റിസൾട്ട് ബെറ്ററായി വരികയും ഓവറോൾ ഒരു പോസിറ്റീവ് മൊമെൻറ്റം വരികയും ചെയ്താൽ മാർക്കറ്റ് തീർച്ചയായിട്ടും മുകളിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. ടെക്നിക്കലി മാർക്കറ്റ് അടുത്തൊരു നമ്മൾ ലാസ്റ്റ് വീക്ക് 5500-5900 എന്ന് പറയുന്ന ഒരു മൂവിംഗ് റേഞ്ച് ആയിരുന്നു പറഞ്ഞത്. എന്നാൽ അടുത്ത ലാസ്റ്റ് വീക്ക് ആ കറക്ഷനോട് കൂടി തന്നെ 5700-750 എന്ന് പറയുന്ന ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണായിട്ട് മാറാനാണ് സാധ്യത. ആ ഒരു ലെവലിന് അടുത്ത് വെച്ച് വീണ്ടും മാർക്കറ്റ് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു തിരിച്ചുവരവ്, അതല്ലെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് ലെവലിൽ നിന്നും മാർക്കറ്റ് 5900 ബ്രേക്ക് ചെയ്തൊരു മൂവ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. 5980 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ വീണ്ടും അനദർ 200 പോയിന്റ്സിൻ്റെ ഒരു അപ്സൈഡ്, അത് ചിലപ്പോൾ 6300 വരെ പോകാനുള്ള സ്ട്രെങ്ത് ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റിനുണ്ട്. ഇത് പ്രധാനമായിട്ടും വരാനിരിക്കുന്ന റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മാർക്കറ്റിൻ്റെ ഫർദർ മൂവ്മെൻറ്റ് നിശ്ചയിക്കുക. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് വരികയാണെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ 6300 വരെ പോകാം. പക്ഷേ ഒരു ക്രൂഷ്യൽ ലെവൽ എന്ന് പറയുന്നത് 5980 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ ലെവലാണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്താൽ ഫർദർ നമ്മൾക്ക് ഒരു 200 പോയിന്റ്സിൻ്റെ ഇമ്മീഡിയറ്റ് അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ചില ചോദ്യങ്ങൾ നോക്കാം. ബിഷൻ മാത്യൂസ് അദ്ദേഹം വാങ്ങിയിരിക്കുന്ന ഓഹരികൾ BHEL 230 നിലവാരത്തിൽ എടുത്തിട്ടുണ്ട്. ബ്രിട്ടാനിയ 669, ഹിൻഡാൽകോ 99, ഓർക്കിഡ് കെമിക്കൽസ് 90, ടാറ്റ സ്റ്റീൽ 413, വിഗാർഡ് 470. സ്റ്റോക്കുകൾ ആസ് യൂഷ്വൽ ഫണ്ടമെന്റലി എല്ലാം തന്നെ സൗണ്ടാണ്. ഇതിൻ്റെ ബൈയിങ് റേറ്റ് എസ്പെഷ്യലി ടാറ്റ സ്റ്റീൽ പോലെയുള്ള സ്റ്റോക്കുകളുടെ ബൈയിങ് റേറ്റ് വളരെ ഹയർ ലെവലാണ്. 413 ലെവലാണ് അദ്ദേഹത്തിൻ്റെ ബൈയിങ് ലെവൽ. ഈ മെറ്റൽ സെക്ടറൊക്കെ തന്നെ ഒരു കറക്ഷനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് ആ കറക്ഷൻ തീർന്നു. ഈ ഒരു ലെവലിൽ നിന്ന് വീണ്ടും ഒരു റിക്കവറിക്കുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും കാണുന്നത്. ഇതിൽ BHEL ലാസ്റ്റ് വീക്ക് ചെറിയ റിക്കവറി സൈൻ കാണിച്ചു. ഓൾമോസ്റ്റ് 3% അടുത്ത് ബെറ്റർ ആയിരുന്നു. അടുത്തൊരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 160 ആൻഡ് 129 വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിക്കുകയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള റിസൾട്ട് വരിക, റുപ്പി വീണ്ടും ഡിപ്രിഷ്യേറ്റ് ചെയ്ത് 62-63 ലെവലിലേക്ക് പോകുക, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കാം. പക്ഷേ ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റിൽ
ഒരു സ്ട്രെങ്ത് മാർക്കറ്റിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ മേജർ എക്കണോമിക് ന്യൂസ് ഒന്നും വരാനില്ല, ഇന്ത്യൻ ഇക്കണോമിയിൽ നിന്ന് മേജർ ന്യൂസുകളൊന്നും വരാനില്ല. പക്ഷേ ഒരു പോസിറ്റീവ് മൊമെന്റം മാർക്കറ്റിൽ നിലനിൽക്കുന്നു. എന്നിരുന്നാൽ ഒരു കോഷ്യസ് അപ്രോച്ച്, എസ്പെഷ്യലി 5700 750 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യാതിരിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഫർദർ ഒരു അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. BHEL ഈ കറണ്ട് ലെവൽ എനിക്ക് തോന്നുന്നു ഒരു ബൈ അഡ്വൈസബിൾ ആണ്. ഇവിടുന്ന് ഒരു ചെറിയ അപ്സൈഡ്, ഒരു 5 to 6% ഒരു അപ്പ് മൂവ് വരാനുള്ള സാധ്യത കൂടുതലാണ്. 190 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഈ ഒരു റൈഡ്. ചിലപ്പോൾ ഈ 190 ലെവൽ വരെ ഈ സ്റ്റോക്കിന് മൂവ് ചെയ്യിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ദെൻ ബ്രിട്ടാനിയയാണ് 660, ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. 740 ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 740 ആണ്. ഒരു സെക്കൻഡ് സപ്പോർട്ട് ലെവൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുള്ളത്. ഇപ്പോഴത്തെ രീതിയിൽ ആ ഒരു ലെവലിലേക്ക് വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ദെൻ ഹിൻഡാൽകോ 90 ആണ് ഒരു മേജർ സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 112 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ആ ഒരു ലെവൽ എനിക്ക് തോന്നുന്നു ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആയിരിക്കാം. ദെൻ ഓർക്കിഡ് കെമിക്കലാണ് 46. ഓർക്കിഡ് കെമിക്കൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഹ്യൂജ് ലോസ് വന്ന ഒരു കമ്പനിയാണ്. കണ്ടിന്യൂസ് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സ്റ്റോക്കിലൊക്കെ തന്നെ ഒരു പേഷ്യൻസ് കാണിക്കണം. കാരണം കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക, തീർച്ചയായിട്ടും സ്റ്റോക്ക് ശക്തമായിട്ട് തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. 46 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട്. അതൊരു എൻട്രി പോയിന്റ് ആയിട്ട് തന്നെ നമുക്ക് പരിഗണിക്കാം. മാർക്കറ്റിൽ ഡീപ്പായിട്ടുള്ള ഒരു കറക്ഷൻ വരികയാണെങ്കിൽ 40 ലെവൽ വരെ പോകാം. പക്ഷേ ഇപ്പോഴത്തെ രീതിയിൽ ഈ ഒരു മാർക്കറ്റിന്റെ മൂവ്മെന്റ് ആ ഒരു ലെവലിലേക്ക് പോകാനുള്ള സാധ്യത വളരെയധികം കുറവ് തന്നെയാണ്. 64 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ സ്റ്റീൽ 254 ആൻഡ് 220. 254 ബ്രേക്ക് ചെയ്യാനുള്ള ഈ കറക്ഷൻ 254 ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും മാർക്കറ്റിൽ ഒരു റിക്കവറി നമുക്ക് ടാറ്റ സ്റ്റീലിൽ ഇമ്മീഡിയറ്റ് പ്രതീക്ഷിക്കാം. ആ ഒരു റിക്കവറി വരുമ്പോൾ എക്സിറ്റ് ചെയ്ത് മാറുന്നതായിരിക്കും നല്ലത്. 300 ലെവലിലേക്ക് ഒരു പുൾ ബാക്ക് വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു. ദെൻ വി-ഗാർഡ് ആണ്. വി-ഗാർഡ് 454 435. മാർക്കറ്റിൽ അത്രത്തോളം ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിച്ചിട്ടില്ല. സ്റ്റോക്കിൽ ഒരു സ്ട്രെങ്ത് ഇപ്പോഴും വി-ഗാർഡിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഫണ്ടമെന്റലി സൗണ്ടാണ്. 510 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. നമുക്ക് പൊതുമേഖലാ ബാങ്കുകൾ വലിയ രീതിയിൽ താഴേക്ക് പോയിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്കറിയാം ധാരാളം പേർ ഇവിടെ മെയിൽ വഴിയും കോളുകൾ വഴിയും നമുക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം SBI ഉൾപ്പെടെയുള്ള ഈ പൊതുമേഖലാ ബാങ്കിങ് ഓഹരികളുടെ ഒരു പ്രശ്നമാണ്. SBI ഉദാഹരണത്തിന് ഏകദേശം 2100 നിലവാരത്തിൽ നിന്നും ഇപ്പോൾ 1900 നിലവാരത്തിലേക്ക് ഇത് താഴ്ന്നിരിക്കുന്നു. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, ദേന ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇങ്ങനെ ഒരു നിര ഓഹരികൾ ഇവിടെയുണ്ട്. നമുക്കെല്ലാം എടുത്തെടുത്ത് പരിശോധിക്കാനുള്ള സമയമില്ല, കാനറ ബാങ്ക് ഉൾപ്പെടെ. ഇതിപ്പോൾ ഒരു ഫോളിംഗ് നൈഫ് എന്ന് വേണമെങ്കിൽ പറയാം, കാരണം ഇത് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് നിലവാരത്തിൽ വേണം SBI പുതിയതായി നിക്ഷേപം നടത്താൻ, അല്ലെങ്കിൽ ഇപ്പോൾ നിക്ഷേപിച്ചവർ അതിൽ നിന്നും വിറ്റു മാറേണ്ടതുണ്ടോ? എന്താണ് ഈ തകർച്ചയ്ക്ക് കാരണം? പ്രത്യേകിച്ച് ഈ നിഷ്ക്രിയ ആസ്തി അഥവാ കിട്ടാക്കടത്തിൽ ഉണ്ടായ വർധന തന്നെയാണോ? പ്രധാനമായിട്ടും NPA കൂടുന്നു എന്നുള്ളതാണ്. വലിയൊരു നിര ഉണ്ട്, വലിയ വലിയ കമ്പനികൾ, വലിയൊരു NPA കൂടാനുള്ള സാധ്യത സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെയുള്ള മേജർ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ NPA കൂടാനുള്ള സാധ്യതയാണ് ഈ ഒരു കറക്ഷൻ സാധ്യത. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഒരു ലെവലിൽ നിന്ന് കുറച്ച് കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. ചിലപ്പോൾ മാർക്കറ്റിലൊരു ഇപ്പോഴത്തെ രീതിയിൽ ഒരു എനർജി മാർക്കറ്റിനുണ്ട്. ആ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്താൽ കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്താലും എനിക്ക് തോന്നുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും ഈ പബ്ലിക് സെക്ടർ ബാങ്കുകളൊക്കെ തന്നെ NPAയുടെ ന്യൂസ് ഓൾമോസ്റ്റ് ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നത്. മാർക്കറ്റിൽ ഒരു എനർജി ഉണ്ട്. അതുകൊണ്ട് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്കിലും ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിലും ഒക്കെ തന്നെ ഒരു റിക്കവറി നമ്മൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിനൊരു റിയൽ കമന്റ് നമ്മൾക്ക് പറയണമെങ്കിൽ റിസൾട്ടോട് കൂടി മാത്രമേ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു റിക്കവറി വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എക്സിറ്റ് ചെയ്യുക. ദെൻ ആ റിസൾട്ട് നന്നായി സ്റ്റഡി ചെയ്തതിന് ശേഷം ഒരു ഫർദർ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ 1800 ലെവൽ വരെ ഇമ്മീഡിയറ്റ് ആ ഒരു നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. അല്ലല്ല, അത് ഏത് സമയത്ത് വേണമെങ്കിലും റിക്കവറി സംഭവിക്കാം. നമ്മൾ ഒരിക്കലും 1850 ലെവൽ മുതൽ ക്രമേണ വാങ്ങി തുടങ്ങാം എന്നുള്ള സന്ദേശമാണോ? അല്ല, ഒരിക്കലും അല്ല. കാരണം റിസൾട്ട് മോശമാവുക, NPA കൂടുകയാണെങ്കിൽ വീണ്ടും താഴേക്ക് കറക്റ്റ് ചെയ്യാനുള്ള ലോങ് റണ്ണിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വീണ്ടും കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ ഈ റിസൾട്ടിന് ശേഷമേ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ആഴ്ച മുമ്പുള്ള വ്യൂ അല്ല ഈ ഒരു ആഴ്ച കഴിയുമ്പോൾ ഇല്ല ചെയ്തിട്ടില്ല. എന്തായാലും ഈ മന്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതിനുശേഷം അതിനകത്തൊരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, എസ്പെഷ്യലി ഈ പബ്ലിക് സെക്ടർ ബാങ്കുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കുറച്ചുകൂടെ പേഷ്യൻസ് കാണിച്ചതിന് ശേഷവും ആ റിസൾട്ട് ഒന്നുകൂടി അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
മറ്റൊന്ന് ഇപ്പോൾ IT മേഖലയെ സംബന്ധിച്ചിടത്തോളം അത് രൂപയുടെ മൂല്യം ഇടിഞ്ഞു നിൽക്കുന്നത് തീർച്ചയായും ഇത്തവണത്തെ റിസൾട്ടിൽ പ്രതിഫലിക്കുമോ? പ്രത്യേകിച്ചും ഇൻഫോസിസ് ആണ് അതിന് തുടക്കമിടുന്നത്. ഒന്നാം പാദ പ്രവർത്തന ഫലം ജൂലൈ 10 വരികയാണ്, ഇൻഫോസിസിൻ്റെ അടക്കം. അപ്പോൾ ആ ഒരു അത് ഡിസ്കൗണ്ടഡ് ആണോ മാർക്കറ്റിൽ? ഈ രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവ് ഇൻഫോസിസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അത്ഭുതം, ഒരു സർപ്രൈസിങ് റിസൾട്ട് തരാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അതെ, ഇതിനകത്ത് നമ്മൾ പണ്ടത്തെ പോലെയല്ല, എല്ലാവരും എത്രത്തോളം ഹെഡ്ജഡ് ആണെന്ന് മനസ്സിലാക്കണം. ഇതൊരു ഹെഡ്ജിങ് ടൂളുണ്ട്. അപ്പോൾ ഇവർ ഏത് ലെവലിലാണ് ഹെഡ്ജ് ചെയ്ത്, അല്ലെങ്കിൽ 62 അല്ലെങ്കിൽ 60 എന്ന് പറയുന്ന മുഴുവൻ ഇവർക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്യണം. പലരും അതൊരു ഹെഡ്ജിങ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ഹെഡ്ജഡ് ആണ് എന്ന് മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിലേ നമുക്ക് ഇതിന്റെ ഒരു വാല്യൂ നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ. 60 ആയിട്ടുണ്ടാവില്ല, എങ്കിലും ഒരു 57 മുതൽ 59 വരെ 60 വരെയുള്ള ആ റേഞ്ച് അവർക്ക്. അല്ല, അത് ശരി. അല്ല, ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ റേറ്റ്. അപ്പോൾ അത് ഇനി വരും മാസങ്ങളിലും അത് ലഭിക്കാനുള്ള സാധ്യത. പക്ഷേ എത്രത്തോളം അവർ ഹെഡ്ജ് ചെയ്തു എന്നുള്ളത് നമ്മൾ അതിനെ ആശ്രയിച്ചിരിക്കും ഇവരുടെ റിസൾട്ട്. പക്ഷേ സനൽ പറഞ്ഞതുപോലെ ഈ ഓൾറെഡി ഈ ന്യൂസൊക്കെ ഡിസ്കൗണ്ട് ചെയ്തു. ഇപ്പോൾ ഈ ഒരു ഹയർ ലെവലിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ്. അതല്ല, എല്ലാ സ്റ്റോക്കുകളും താഴേക്ക് പോകുമ്പോൾ IT സെക്ടർ മാത്രം ഇപ്പോൾ TCS ഒക്കെ എടുത്താൽ 1540-50 ലെവലിലാണ്, ഇൻഫോസിസും 2500 ലെവലിലാണ്. വളരെ മോശം ലാസ്റ്റ് റിസൾട്ട് വന്നിരുന്നു. ഇതൊക്കെ തീരുമാനം എടുക്കേണ്ടത് എനിക്ക് തോന്നുന്നത് റിസൾട്ട് സീസണാണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെന്റ് മാർക്കറ്റിലുണ്ടാകും. അതുകൊണ്ട് എല്ലാ റിസൾട്ടും സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുക. അതല്ല എങ്കിൽ റിസൾട്ടിന് മുമ്പ് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ എൻട്രി ചെയ്യുക. എന്തായാലും ഈ മാസം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ ഒരു വാല്യൂ ബൈയിങ് ലഭിക്കാനും അതുപോലെ തന്നെ ഒരു ഹയർ വാല്യൂവിൽ എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കാണുന്നത്. നമുക്കൊരു ചോദ്യം നോക്കാം. ഇത് അയർലൻഡിലെ ഡബ്ലിനിൽ നിന്ന് അലക്സാണ്ടർ ജോസഫ് അയച്ചിരിക്കുന്ന മെയിലാണ്. അദ്ദേഹം വർഷങ്ങളായുള്ള നിക്ഷേപകനാണെന്ന് തോന്നുന്നു. കാരണം IFCI 40 രൂപ, അത് കുറച്ച് നാൾ മുൻപ്, വളരെ നാളുകൾക്ക് മുമ്പ് വന്നതാണ്. ഫോർട്ടിസ് ഹെൽത്ത് കെയർ 100 രൂപ. അത് കുറച്ച് കാലങ്ങളായിട്ട് 2-3 വർഷമായിട്ട് 100 രൂപയും പരിസരങ്ങളിലുമാണ് ഫോർട്ടിസ് നിൽക്കുന്നത്. യൂണിടെക് 35 രൂപയിൽ വാങ്ങിയിരിക്കുന്നു. എന്ത് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ IFCI ഫണ്ടമെന്റലി സൗണ്ടാണ്. അദ്ദേഹത്തിന്റെ ബൈയിങ് റേറ്റ് വളരെ ഹയർ ലെവലിലാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഈ സ്റ്റോക്ക് ആവറേജ് ചെയ്യുക എന്നുള്ളതാണ്. ബാങ്കിങ് അപേക്ഷ നൽകിയിട്ടുണ്ട്, പക്ഷെ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഈവൻ ബാങ്കിങ് ലൈസൻസ് കിട്ടിയില്ലെങ്കിലും ഒരു 22 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും ആവറേജ് ചെയ്യുക. 22 ബ്രേക്ക് ആണെങ്കിൽ 17 വരാനുള്ള സാധ്യത ഇപ്പോഴത്തെ രീതിയിൽ കുറവാണ്. 29 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. പലപ്പോഴും ഇൻവെസ്റ്റേഴ്സിനോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഏത് സ്റ്റോക്ക് ഫണ്ടമെന്റലി സൗണ്ട് ആണെങ്കിൽ ഹയർ വാല്യൂവിൽ എൻട്രി ചെയ്താൽ ഡീപ്പായിട്ടുള്ള കറക്ഷൻ വരുമ്പോൾ സെയിം സ്റ്റോക്ക് നമ്മൾ വീണ്ടും എൻട്രി ചെയ്യുക, റിലീഫ് റാലിയിൽ എക്സിറ്റ് ചെയ്ത് മാറുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ മേടിച്ച സ്റ്റോക്കിന്റെ ആവറേജ് പ്രൈസ് കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടത്താൻ പാടില്ല. ദെൻ ഫോർട്ടിസ് ഹെൽത്ത് കെയർ, സനൽ പറഞ്ഞതുപോലെ ആ ഒരു 100 ലെവലിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളുകളായി ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ നൽകിയിട്ടില്ല. പക്ഷേ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് വലിയ ഡീപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തൊരു മേജർ സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 80 ആണ്. 80 ആൻഡ് 65ലേക്ക് വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. വളരെ ഡീപ്പായിട്ടുള്ള ഒരു കറക്ഷൻ, അത്രത്തോളം നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ മാത്രമേ ആ ലെവലിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ എന്തായാലും 80 എന്ന് പറയുന്ന ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ തന്നെയാണ്. 94 ആണ് ഫോർട്ടിസിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ യൂണിടെക് ആണ്. ഇപ്പോഴും ചന്ദ്രയെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പല ന്യൂസുകളും. അതുകൊണ്ട് ഒരു സേഫർ സ്റ്റോക്ക് എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കില്ല. എന്നാലും വാല്യുവേഷൻ വളരെ ഫെയർ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ക്രൈസിസ് ഒക്കെ മാറുകയാണെങ്കിൽ വളരെ ഷാർപ്പായിട്ട് ഈ സ്റ്റോക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. 19 and 16 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 1960 ആ ലെവലിലേക്ക് വരുമ്പോൾ ഇതേ ഒന്നുകൂടി സ്റ്റോക്ക് ആവറേജ് ചെയ്യുക. 25 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇതിൽ IFCIയും ഫോർട്ടിസ് ഹെൽത്ത് കെയറും ഫണ്ടമെന്റലി സൗണ്ടാണ്. യൂണിടെക്കിൽ കുറച്ച് റിസ്ക് നിലനിൽക്കുന്നു, പക്ഷേ ചിലപ്പോൾ വോളറ്റിലിറ്റി കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സ്റ്റോക്ക് അടുത്ത കറക്ഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ആവറേജ് ചെയ്യുന്നത് നന്നായിരിക്കും. ഒരു ജസ്റ്റിൻ ജോർജ്, അദ്ദേഹത്തിൻ്റെ വളരെ കൗതുകകരമായ ചോദ്യമാണ്. കാരണം താഴെ പറയുന്ന ഓഹരികൾ അദ്ദേഹം 8-10 വർഷത്തേക്ക് ഹോൾഡ് ചെയ്യാനാണ്. കാരണം കുട്ടികളുടെ ഭാവിയിലേക്ക് ഉള്ള ഒരു നിക്ഷേപമായിട്ടാണ്. അതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ഓഹരികൾ അനുയോജ്യമാണോ എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. അതിൽ കെയ്ൻ ഇന്ത്യ ഉണ്ട്, 290 രൂപയ്ക്ക് വാങ്ങിയത്. L&T ഫിനാൻസ് 73 രൂപ. തീർച്ചയായും ഈയിടെ 26 ബാങ്കിങ് അപേക്ഷകരിൽ L&T ഫിനാൻസ് ഉണ്ടായിരുന്നു. വളരെ ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റുമാണ്, കിട്ടാൻ സാധ്യതയുള്ളത്. അദ്ദേഹം ഇവിടെ മഹീന്ദ്ര സത്യം പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ ഇപ്പോൾ ടെക് മഹീന്ദ്ര ആകും. അതുകൊണ്ട് അതും നല്ലൊരു പോർട്ട്ഫോളിയോ പോലെ തോന്നുന്നു. അവസാനമായി ടാറ്റ കെമിക്കൽസ് 302 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇങ്ങനെ ഒരു അടുത്തൊരു കുട്ടികൾക്ക് വേണ്ടി നല്ല പോർട്ട്ഫോളിയോ വളരെ നല്ലതാണ്. കാരണം കെയ്ൻ ഇന്ത്യ, L&T ഫിനാൻസ്, ടാറ്റ കെമിക്കൽ, അതുപോലെ തന്നെ ടെക് മഹീന്ദ്ര എല്ലാം സെലക്ഷൻ വളരെ നല്ലതാണ്. വളരെ നല്ല ഡിസിഷനാണ്.
ഈ സ്റ്റോക്ക് എനിക്ക് തോന്നുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഈ സ്റ്റോക്കിൽ നോക്കേണ്ട ആവശ്യമില്ല. കാരണം അത് സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജിയാണല്ലോ. അപ്പോൾ കണ്ടിന്യൂസ് ഇൻവെസ്റ്റ്മെന്റ് നടത്തി പോവുക, ആ കമ്പനിയുടെ ഒരു പാർട്ടായി മാറുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നല്ലത്. എന്തായാലും അടുത്തൊരു 1-2 വർഷത്തിനുള്ളിൽ മാർക്കറ്റ് ഒരു ബുൾ റൈഡിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. 10 വർഷം കാത്തിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വളരെ മികച്ച ലാഭവിഹിതം, ഡിവിഡൻസ് പ്ലസ് സ്റ്റോക്കിലെ അപ്രീസിയേഷൻ എല്ലാം കിട്ടേണ്ടതല്ലേ? തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ അതോടൊപ്പം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഓരോ ബുൾ റൈഡ് വരുന്നു, ദെൻ ബെയർ ഫേസിലേക്ക് മാർക്കറ്റ് പോകുമ്പോൾ അതൊന്നും കൂടി ക്യാപിറ്റലൈസ് ചെയ്യാന്നുള്ള ഇപ്പോൾ 2017 കൂടി ചിലപ്പോൾ മാർക്കറ്റ് വീണ്ടും വളരെയധികം ഹയർ ലെവലിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു. എല്ലാ സിറ്റുവേഷൻ ഈ ഇലക്ഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു സമയം വന്നാൽ അഗൈൻ വീണ്ടും മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കാം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൂവ്മെന്റ് കഴിഞ്ഞ ഒരു 20 വർഷത്തെ മൂവ്മെന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ അപ്സ് ആൻഡ് ഡൗൺസ് മാർക്കറ്റിൽ സംഭവിക്കുന്നതാണ്. ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ബെയർ ഫേസ് എനിക്കൊന്ന് വളരെ ആദ്യമായിട്ട് ഒരു 6 മാസം മാത്രമേ ചെറിയൊരു റൈഡ് ലഭിച്ചിട്ടുള്ളൂ. കണ്ടിന്യൂസ് ഡൗൺ സൈഡിലേക്ക് പോവുകയാണ്. സിറ്റുവേഷൻ ഒന്നും അത്രത്തോളം ഫേവറബിൾ അല്ല. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സാധാരണ ഒരു ബുൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള എല്ലാ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ട്. എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ ഒരു ബുൾ റൈഡിലേക്ക് മാർക്കറ്റ് കടക്കാനുള്ള സാധ്യതയും ഉണ്ട്. മാത്രമല്ല ഒരു ഏർലി ഇലക്ഷൻസ് ഇപ്പോൾ പലരും പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസ് സർക്കാർ ഒരു ഏർലി ഇലക്ഷനെ നേരിടാനുള്ള 3-4 മാസത്തിൽ കഴിയുമ്പോഴേക്കും ഒരു തിരഞ്ഞെടുപ്പ് വരാൻ അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം അവർ കാണിക്കുന്ന തരത്തിൽ ഡൽഹി റിപ്പോർട്ടുകളുണ്ട്. അതും തീർച്ചയായിട്ടും നല്ലത്. കാരണം ഈ ഒരു വർഷത്തേക്ക് കാത്തിരിക്കണ്ടല്ലോ. ഇലക്ഷനെ കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു പെയിൻ തീർന്നു. പിന്നെ എനിക്ക് തോന്നുന്നു FIs ആണെങ്കിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ആക്റ്റീവായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്കും ഇന്ത്യൻ ഇക്കണോമിയിലേക്കും ഒക്കെ ഫണ്ട് കൂടുതൽ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. പക്ഷേ സ്റ്റേബിൾ ഗവൺമെന്റ് വരണം എന്നുള്ള ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ വരികയാണെങ്കിൽ അതൊരു ഫൈനൽ ബുൾ റൈഡിനുള്ള സിഗ്നൽ തന്നെയായിരിക്കും. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് മിഡ് ക്യാപ്പ് ഓഹരികളിൽ പ്രത്യേകിച്ച് ഇനി ഒരു കനത്ത തകർച്ച വന്നു, അപ്പോഴും താഴെ പോകാതെ പിടിച്ചു നിൽക്കുന്ന വലിയ മുന്നേറ്റങ്ങളൊന്നും ഉടനെ തന്നില്ലെങ്കിൽ പോലും ഒരു ദീർഘകാല നിക്ഷേപം എന്നുള്ള നിലയ്ക്ക് വളരെ മികച്ച ഓഹരിയായിട്ട് ഒരു മരം നട്ടുവെച്ച് വളരുന്നത് പോലെ വളരാൻ സാധ്യതയുള്ള ആർക്കും ഏത് തരത്തിലുള്ള നിക്ഷേപകർക്കും ഇനി മന്ത്ലി പ്ലാനിൽ പോലും നിക്ഷേപിക്കാവുന്ന തരത്തിൽ വലിയ വിലയൊന്നും ഉള്ളതായിരിക്കരുത്, വലുതായിട്ട് ഇടിഞ്ഞു പോവുകയും വരുത്, ഒരു മീഡിയം രീതിയിൽ നിലവിൽ നിൽക്കുകയും ഭാവിയിൽ അനന്ത സാധ്യതകളും ഉള്ളതായ ഒരു ഓഹരി നിർദ്ദേശിക്കാനുണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അതിന് ആൻസർ ചെയ്യാന്ന് പറയും. എന്തായാലും നമ്മൾ കണ്ടിന്യൂസ് റെക്കമെൻഡ് ചെയ്യുന്ന L&T ഫൈനാൻസ് ആണ്. എനിക്ക് അങ്ങനെ സനൽ പറഞ്ഞ പോലെ ഒരു മരം നടുക എന്നുള്ള രീതിയിൽ ഒരു വലിയൊരു ഷാർപ്പായിട്ടുള്ള ഫോൾ വന്നാലും തകർച്ചയിൽ പിടിച്ചു നിൽക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് L&T ഫിനാൻസ് ഫണ്ടമെന്റലി ഒരു സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. പിന്നെ അതുപോലെ നമ്മൾ പലപ്പോഴും റെക്കമെൻഡ് എസ്കോർട്സും ഫിനോലെക്സും ഒക്കെ തന്നെ സൗണ്ടാണ്. ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് എനിക്ക് തോന്നുന്നു L&T ഫിനാൻസ് ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് തന്നെയാണ്. ആ ഒരു രീതിയിൽ ഒരു പാർട്ടായി മാറുക എന്നുള്ള രീതിയിൽ ഒരു ലോങ് ടൈം വ്യൂവിൽ നമ്മൾ പറഞ്ഞ അടുത്തൊരു 10 വർഷത്തേക്ക് 15 വർഷത്തേക്ക് ഒരു സ്റ്റോക്ക് അങ്ങനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ L&T ഫിനാൻസ് നല്ലൊരു ചോയ്സ് കാൻഡിഡേറ്റ് ആയിരിക്കും. കാരണം നമുക്കറിയാം ICICI ബാങ്കും HDFCയും ആക്സിസും അങ്ങനെയുള്ള പല ബാങ്കിങ് ഒരു ഇൻ കേസ് ബാങ്കിങ് ലൈസൻസ് ലഭിച്ചാൽ ഭയങ്കര ഒരു റൈഡിലേക്ക് സ്ട്രെങ്ത് ഉള്ള, കാരണം ബാക്ക്ഗ്രൗണ്ട് വളരെ സ്ട്രോങ് ആണ്. L&Tയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇതിന്റെ അപ്സൈഡ് വളരെയധികം ഹയർ ലെവലിലേക്ക് പോകാൻ സ്ട്രെങ്ത് ഉണ്ട്. ഫിഡലിറ്റി മ്യൂച്വൽ ഫണ്ട് ഒക്കെ വാങ്ങിയത് വളരെ ക്ലാസ് ആക്ട് ആയിരുന്നു. തീർച്ചയായിട്ടും നന്ദി ഭുവനേന്ദ്രൻ. അടുത്ത ആഴ്ചയോടുകൂടി പ്രവർത്തന ഫലങ്ങൾ, 1ാം പാദ പ്രവർത്തന ഫലങ്ങൾ പുറത്തു വരികയാണ്. ആദ്യം സ്വാഭാവികമായും ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഇൻഫോസിസ്, അങ്ങനെ ഒരു നിരകൾ തന്നെയാണ് ആദ്യം വരുന്നത്. അതിൽ ഏറ്റവും നിർണായകമായത് തീർച്ചയായും ബാങ്കിംഗ് മേഖലയിൽ ഇൻഡസ്ഇൻഡ് ബാങ്കും IT മേഖലയിൽ ഇൻഫോസിസുമാണ്. അതിൽ ഇൻഫോസിസിന്റെ ഫലമാണ് വിപണി ഒന്നാകെ ഉറ്റുനോക്കിയിരിക്കുന്നത്. ഇത് രൂപയുടെ മൂല്യം കുറഞ്ഞു നിൽക്കുന്നതിനാൽ റിസൾട്ട് മോശമാവില്ല എന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷേ അതെല്ലാം മാർക്കറ്റിൽ ഓൾറെഡി ഡിസ്കൗണ്ടഡ് ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്നിരുന്നാൽ പോലും തരക്കേടില്ലാത്ത പ്രവർത്തന ഫലം ഇൻഫോസിസ് കാഴ്ചവെച്ചാൽ അത് മറ്റ് IT കമ്പനികളെല്ലാം TCS, വിപ്രോ, HCL ടെക് തുടങ്ങിയവയെല്ലാം അത് ഏറ്റെടുത്ത് വലിയൊരു മുന്നേറ്റത്തിന് ഒരുപക്ഷെ കളം ഒരുക്കിയേക്കാം. എന്തായാലും ഇതെല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ L&T ഫിനാൻസ് പോലെയുള്ള വളരെ മികച്ച അടിസ്ഥാന ഘടകങ്ങൾ വളരെ ശക്തമായ ഓഹരികളിലുള്ള നിക്ഷേപം തുടരുക. വലിയ തകർച്ചകൾ ഇപ്പോൾ ആരും പ്രതീക്ഷിക്കുന്നില്ല, വലിയ മുന്നേറ്റങ്ങളും പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും വിപണി ഒരു കൺസോൾട്ടേഷൻ പാതയിലാണെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ച കാണാം. നന്ദി.